റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാനിപ്പിൻ. ഈസ്റ്റ് സസെക്സിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കെയർ ഹോം റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ ഡയറക്ടറും UK മലയാളിയുമായിട്ടുള്ള ബിനോയ് തോമസിന് അനധികൃത കുടിയേറ്റത്തെ സഹായിച്ച കേസിൽ 2.5 വർഷത്തെ തടവിന് കോടതി ശിക്ഷ വിധിച്ചു. 2017 മുതൽ 2018 വരെയുള്ള കാലയളവിൽ കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയും നഴ്സുമാരെയും UKയിലെ കെയർ ഹോമുകളിൽ ജോലിക്കായി നിയമിച്ചെങ്കിലും ഇവർക്ക് UKയിൽ ജോലി ചെയ്യുവാനുള്ള നിയമാനുസൃതമായ അവകാശം ഇല്ലെന്ന കാര്യം പ്രതിക്ക് അറിയാമായിരുന്നുവെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ബെക്സ്ഫിൽ ഓൺ സി ആസ്ഥാനമായ A ക്ലാസ് കെയർ റിക്രൂട്ട്മെന്റ് ലിമിറ്റഡ് വഴി നടത്തിയ നിയമനമാണ് കേസിന്റെ ആധാരം. ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റിന്റെ അന്വേഷണത്തെ തുടർന്ന് ലൂയിസ് ക്രൗൺ കോടതിയിൽ വിചാരണ നേരിട്ട ബിനോയ് തോമസിനെ 13 പേരുടെ അനധികൃത കുടിയേറ്റത്തെ സഹായിച്ചതിന് കുറ്റക്കാരനായി കോടതി കണ്ടെത്തി. കേരളത്തിലെ വിദ്യാർത്ഥികളെ കുറഞ്ഞ വേതനത്തിൽ അനുവദിച്ചതിനേക്കാൾ അധിക സമയം ജോലിയിൽ ഏർപ്പെടുത്തിയതും പരിശീലനമോ യോഗ്യതകളോ ഇല്ലാതെ തന്നെ ദുർബലരായ രോഗികളുടെ പരിചരണ ചുമതല നൽകിയതുമാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത്. പ്രതിക്ക് 8 വർഷത്തേക്ക് കമ്പനി ഡയറക്ടറായി പ്രവർത്തിക്കാൻ കോടതി വിലക്കും വിധിച്ചു. GP റഫറലുകൾ ഹോസ്പിറ്റലുകളിൽ എത്തുന്നതിന് മുമ്പ് നഷ്ടപ്പെടുകയോ നിരസിക്കപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥയാണ് റഫറൽ ബ്ലാക്ക് ഹോൾ എന്ന പേര് നൽകിയിരിക്കുന്നത്. പല രോഗികളുടെയും റഫറലുകളും NHS സിസ്റ്റത്തിൽ എവിടെയോ അപ്രത്യക്ഷമാകുന്നുണ്ടെന്ന് ഇതോടെ വീക്ഷിക്കുന്നു. ഇതിന്റെ ഫലമായി രോഗികൾ മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരികയും പരിശോധനയും ചികിത്സയും വൈകിയതോടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലും ഗുരുതരമാവുകയും ചെയ്യുന്നു. ഇംഗ്ലണ്ടിലെ ആശുപത്രികളിൽ ചികിത്സ ആവശ്യമുള്ള 7-ൽ ഒരാൾ ഇങ്ങനെ ആവശ്യമായ പരിശോധനകളോ ചികിത്സയോ ലഭിക്കാതെ പോകുന്നതായി ഹെൽത്ത് വാച്ച് ഇംഗ്ലണ്ട് പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കി. റഫറൽ ഇനിയും കാത്തിരിക്കുന്ന 75% പേർക്ക് ശാരീരികമായോ മാനസികമായോ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്നും NHSൽ നിന്നുള്ള കാര്യമായ വിവരങ്ങളുടെ അഭാവം മൂലം 70% പേരും പിന്നീട് സ്വയം അന്വേഷണം നടത്തിയപ്പോഴാണ് തങ്ങൾ കാത്തിരുന്ന ലിസ്റ്റിൽ പോലും ഇല്ലായിരുന്നുവെന്ന് മനസ്സിലാക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. റോമിൽ പകർത്തിയ ഒരു മനോഹരമായ ദൃശ്യമാണ് ചാൾസ് രാജാവും റാണി കമീലയും ഈ വർഷത്തെ ഔദ്യോഗിക ക്രിസ്മസ് കാർഡിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ ഇറ്റലിയിലുള്ള സന്ദർശനത്തിനിടെ വില്ല വോൾക്കോൺസ്കയിലെ പച്ചപ്പിനിടയിൽ പകർത്തിയ ചിത്രത്തിൽ സന്തോഷഭരിതമായ പുഞ്ചിരിയോടെ കൈകോർത്ത് നിൽക്കുന്ന ഇരുവരെയും കാണാം. ഇരുവരുടെയും 20ാം വിവാഹ വാർഷികം ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ക്രിസ് ജാക്സൺ ഈ ചിത്രം പകർത്തിയിരിക്കുന്നത്. നീല സ്യൂട്ട് ധരിച്ച രാജാവിനൊപ്പം വെള്ളയും ബീജും കലർന്ന കോട്ടിൽ സദസ്സിൽ സുന്ദരിയായി പ്രത്യക്ഷപ്പെടുന്ന റാണി കമീലയുമാണ് കാർഡിന്റെ മുഖചിത്രം. അബുദാബി ഗ്രാൻഡ് പ്രിക്സിൽ 3ാം സ്ഥാനത്തെത്തി ബ്രിട്ടീഷുകാരനായ ലാൻഡോ നോറിസ് കരിയറിലെ ആദ്യ ഫോർമുല 1 ഡ്രൈവേഴ്സ് കിരീടം സ്വന്തമാക്കി. തന്റെ 8ാം സീസണിൽ ജയം നേടിയ മാക്സ് വെസ്റ്റാപ്പിനെ 2 പോയിന്റ്സ് പിന്തള്ളി നേടിയ നേട്ടം ബ്രിട്ടീഷ് മോട്ടോർ സ്പോർട്സിന് അഭിമാനകരമായ നേട്ടമാണ്. 26-കാരനായ നോറിസ് 7ാം സീസണിലാണ് ലോക ചാമ്പ്യൻ പദവിയിലെത്തുന്നത്. 1998 ശേഷം ഡ്രൈവേഴ്സ് കൺസ്ട്രക്ടേഴ്സ് ഇരട്ട കിരീടവും മക്ലാരൻ വീണ്ടും സ്വന്തമാക്കുകയും ചെയ്തു. ഇനി നാട്ടിലെ വാർത്തകൾ. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ വെറുതെ വിട്ടു. കേസിൽ 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരാണെന്നും അവർക്കെതിരെയുള്ള എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞെന്നും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജ് അണി M വർഗീസ് വിധിന്യായത്തിൽ പറഞ്ഞു. ശിക്ഷാവിധി 12-ന് പറയും. കേസിൽ 8ാം പ്രതിയായിരുന്നു ദിലീപ്. ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന കുറ്റം തെളിഞ്ഞില്ലെന്നും കോടതി പറഞ്ഞു. തന്നെ പ്രതിയാക്കാൻ ഗൂഢാലോചന നടന്നെന്നും തന്റെ കരിയറും ജീവിതവും നശിപ്പിക്കുവാനായിരുന്നു അതെന്നും കൂടെ നിന്ന കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും പ്രാർത്ഥിച്ചവരോടും നന്ദി പറയുന്നുവെന്നും വിധി വന്ന ശേഷം ദിലീപ് പ്രതികരിച്ചു. MC റോഡിൽ മറ്റൂരിൽ UDF പ്രവർത്തകർ കലാശക്കൊട്ടിന്റെ ഭാഗമായി നടത്തിയ പ്രകടനത്തിലേക്ക് ലോറി കയറി. ലോഡുമായി വന്ന ലോറിയാണ് അപകടകരമായ രീതിയിൽ മുന്നോട്ട് വന്നത്. പ്രവർത്തകർ നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും ലോറി മുന്നോട്ട് തന്നെ നീങ്ങി. ഇതോടെ പ്രവർത്തകർ പിന്നാലെ ഓടിച്ചെന്ന് ചില്ലുകൾ തകർത്തു. എന്നിട്ടും ലോറി നിർത്താതെ പോയി. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. സ്ഥലത്ത് പോലീസ് ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് കേസുകളൊന്നുമില്ല. മറ്റൂരിൽ UDF മാത്രമാണ് കലാശക്കൊട്ട് നടത്തിയത്. കാലടിയിലായിരുന്നു LDFന്റെയും NDAയുടെയും കലാശക്കൊട്ട്. വിജയുടെ പാർട്ടിയായ TVK ഡിസംബർ 16-ന് ഈറോഡിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന റാലിക്ക് പോലീസ് അനുമതി നൽകിയില്ല. ഈറോഡ് പെരുന്തുറൈ റോഡിൽ ഗ്രൗണ്ടിൽ റാലി നടത്തുവാനായിരുന്നു പാർട്ടി അനുമതി തേടിയത്. എന്നാൽ സ്ഥലം സന്ദർശിച്ചതിന് പിന്നാലെ പോലീസ് സൂപ്രണ്ട് A സുജാത അനുമതി നൽകാനാവില്ലെന്ന് അറിയിക്കുകയായിരുന്നു. 70,000 പേരെ പ്രതീക്ഷിക്കുന്നുവെന്നാണ് TVK അറിയിച്ചത്. വഞ്ചനക്കൂട്ടമുണ്ടാകുമെന്നും വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ മതിയായ സ്ഥലമില്ലെന്നും പരിഗണിച്ചായിരുന്നു അനുമതി നിഷേധം. ആദ്യം റോഡ് ഷോ മാത്രമായിരുന്നു TVK പദ്ധതിയിട്ടത്. പിന്നീട് അത് സ്വകാര്യ സ്ഥലത്തേക്ക് നിയന്ത്രണങ്ങളോടെയുള്ള റാലിയാക്കി മാറ്റി. TVKയിൽ ചേർന്ന മുൻ ADKM മന്ത്രി സെങ്കോട്ടയ്യന്റെ ശക്തി കേന്ദ്രമാണ് ഈ റോഡ്. ഇനി കായിക വാർത്തകൾ.
ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ 2 സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും നേടി പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാര ജേതാവായിട്ടാണ് സൂപ്പർ താരം വിരാട് കോഹ്ലി ഈ വർഷത്തെ തന്റെ ക്രിക്കറ്റ് കരിയർ അവസാനിപ്പിക്കുന്നത്. ഓസ്ട്രേലിയക്കെതിരായ ആദ്യ 2 ഏകദിനത്തിലും ഡക്ക് ആയ കോഹ്ലി 3-ാം മത്സരത്തിലും അർദ്ധ സെഞ്ചുറി നേടിയാണ് ഫോമിലേക്ക് തിരിച്ചെത്തിയത്. പിന്നീട് കളിച്ച എല്ലാ മത്സരങ്ങളും 50+ നേടുകയും ചെയ്തു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ അവസാന ഏകദിനത്തിൽ 65 റൺസ് നേടിയ കോഹ്ലി പുറത്താകാതെ നിന്നു. 271 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ അനായാസം വിജയത്തിലെത്തുകയും ചെയ്തു. എന്നാൽ മത്സരശേഷം വിരാട് കോഹ്ലിയുടെ ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച. മത്സരശേഷം താരങ്ങളുമായി വിജയാഹ്ലാദം പങ്കിടുന്ന കോഹ്ലി പരിശീലകൻ ഗൗതം ഗംഭീറിനോട് അത്ര രസത്തിലല്ല പെരുമാറിയത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 120.19 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.